ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മനൂസ് ഫുഡ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് 3 മുട്ടയും കുറച്ച് ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഒരു ചെറിയ കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ആദ്യം തന്നെ ഈ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊരു 100-150 ഗ്രാം ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ നമുക്കിതിലേക്ക് 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഞാൻ 1 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഒരു 3 മുട്ട വേറൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പം ഞാനിത് 2 പേർക്ക് സെർവ് ചെയ്യാനുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ മുട്ടയെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ആക്കി കൊടുത്ത് ഇതൊന്ന് ചൂടാവാനായിട്ട് വെക്കുകയാണ്. ബട്ടറോ നെയ്യോ നമുക്ക് യൂസ് ചെയ്യാം. ബട്ടർ ആകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് നമ്മൾ കലക്കിയെടുത്തിരിക്കുന്ന ഗോതമ്പിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാണ്. ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി കുറേ സമയമൊന്നും വേണ്ട, ഒരു 10 സെക്കൻഡ് എന്ന് പറയില്ലേ, കുറച്ച് സമയം മതി. ജസ്റ്റ് ആ സൈഡും കൂടെ ഒന്ന് ചൂടായി വരുമ്പം നമുക്കിതുപോലെ ഒന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ചും കൂടി ബട്ടർ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന മുട്ടയുടെ കൂട്ടുണ്ടല്ലോ, ആ കൂട്ടിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് സെറ്റ് ആയിക്കോട്ടെ, കുറച്ച് സമയം മതി. ഞാൻ കുറച്ച് എള്ള് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എള്ളൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അപ്പം മുകളിൽ ചെറുതായിട്ടൊന്ന് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിപ്പം തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു ദോശയുണ്ടല്ലോ, ഇങ്ങനെ ഇത് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ കൂട്ട് മുകളിൽ ഭാഗത്തോട്ട് വരുന്ന രീതിയിൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു തക്കാളി ഒന്ന് സ്ലൈസ് ചെയ്ത് 2 പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചീസും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ മൊസറല്ല ചീസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഷീറ്റ് ആണെങ്കിൽ അതായാലും മതിയാവും. അപ്പോൾ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. അതൊക്കെ ആകുമ്പം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ, അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഒറിഗാനോ ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വെറും പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഇനി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഒരു കളറൊക്കെ മാറി വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ബട്ടർ ആക്കി കൊടുക്കുന്നുണ്ട്. ബട്ടർ ഞാൻ കുറേയൊന്നും തേക്കുന്നില്ല കേട്ടോ. ഇത് കാണുമ്പോൾ കുറച്ചൊരു 1/4 സ്പൂൺ വീതം ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതാ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരും, പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ അതാ മുകൾ ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. 2 സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ 2 സൈഡ് നന്നായി തന്നെ മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഒരു പകുതിയും കൂടി ഉണ്ടല്ലോ, അതും കൂടി ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കമൻറ്റ് ബോക്സിലൂടെ പങ്കുവയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഓക്കെ, നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം നല്ല റെസിപ്പിയുമായി ഞാൻ വേഗം വരാം. താങ്ക് യു.